This is a discussion about quinolones. നമുക്കറിയാം ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് മെക്കാനിസം ഓഫ് ആക്ഷൻ അനുസരിച്ച് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, സെൽ വോൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ മറ്റൊരു ക്ലാസ്സാണ് DNA സിന്തസിസ് ഇൻഹിബിറ്റർ. DNA സിന്തസിസ് ഇൻഹിബിറ്ററിൽ വരുന്ന ഒരു ആൻറ്റി മൈക്രോബിയൽ ക്ലാസ്സാണ് ക്വിനലോൺസ്. ഈ ക്ലാസ്സിൽ പല ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ മെക്കാനിസം ഓഫ് ആക്ഷൻ സിമിലറാണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ മാത്രമല്ല, ഈ ക്ലാസ്സിൽ വരുന്ന ഡ്രഗ്സിൻ്റെയൊക്കെ കെമിക്കൽ സ്ട്രക്ചറും ഏതാണ്ട് സിമിലറാണ്. ബേസിക്കലി ഈ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്സിനൊക്കെ ഒരു ബൈസൈക്ലിക് റിങ് ഉണ്ടാവും. ദാറ്റ് മീൻസ് എല്ലാ ക്വിനലോൺസിൻ്റെയും കെമിക്കൽ സ്ട്രക്ചറിൽ ഒരു ബൈസൈക്ലിക് റിങ് ഉണ്ട്. പക്ഷേ ആ ബൈസൈക്ലിക് റിങ്ങിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറുന്നതിനനുസരിച്ച് ഓരോ കോമ്പൗണ്ടിനും ഓരോ പേര് കൊടുത്തിരിക്കുന്നു. ഈ കോമ്പൗണ്ട്സിനെ കലക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ക്വിനലോൺസ്. 1960കളിലാണ് ക്വിനലോൺസ് ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത്. 1962 ഡെവലപ്പ് ചെയ്ത നാലിഡിക്സിക് ആസിഡാണ് ആദ്യത്തെ ക്വിനലോൺ. അതിനുശേഷം ഇങ്ങോട്ട് പല പല ക്വിനലോൺസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ ഡിഫറെൻറ്റ് ജനറേഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓരോ ജനറേഷനും ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം വ്യത്യാസപ്പെട്ടിരിക്കും. ദാറ്റ് മീൻസ് ചില ജനറേഷൻസിന് ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം വളരെ നേരോ ആയിരിക്കും. മറ്റ് ചില ജനറേഷൻസിന് ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം വളരെ വൈഡായിരിക്കും. ഓരോ ജനറേഷൻസിലും വരുന്ന ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾസ് ക്ലാസിഫിക്കേഷനിൽ പഠിക്കും. ക്വിനലോൺസിൻ്റെ ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെയും ക്വിനലോൺസിനെ ആക്ട് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഫ്ലൂറിനേറ്റഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞു, എല്ലാ ക്വിനലോൺസിൻ്റെയും സ്ട്രക്ചറിൽ ഒരു ബൈഫേസിക് റിങ് ഉണ്ട്. ആ റിങ്ങിൽ ഫ്ലൂറിൻ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വിനലോൺസിന് ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഇത്തരം ഫ്ലൂറിനേറ്റഡ് ക്വിനലോൺസിന് എക്സാമ്പിൾസാണ് നോർഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ, ഒഫ്ലോക്സാസിൻ, ലോമിഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ ആൻഡ് ലെവോഫ്ലോക്സാസിൻ. ഇനി ക്വിനലോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ക്വിനലോൺസിനെ ഡിഫറെൻറ്റ് ജനറേഷൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ആൻറ്റി മൈക്രോബിയൽ സ്പെക്ട്രം അനുസരിച്ചാണ് നടത്തിയിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. ദാറ്റ് മീൻസ് ഒരു ജനറേഷനിൽ വരുന്ന ഡ്രഗ്സിനൊക്കെ ഏതാണ്ട് സിമിലറായ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയാണ് ഉണ്ടാവുക. ഫസ്റ്റ് ജനറേഷൻ ക്വിനലോണാണ് നാലിഡിക്സിക് ആസിഡ്. സെക്കൻഡ് ജനറേഷൻ ക്വിനലോൺസാണ് സിപ്രോഫ്ലോക്സാസിൻ, ലോമിഫ്ലോക്സാസിൻ, നോർഫ്ലോക്സാസിൻ, ഒഫ്ലോക്സാസിൻ ആൻഡ് പിഫ്ലോക്സാസിൻ. തേർഡ് ജനറേഷൻ ക്വിനലോൺസാണ് ലെവോഫ്ലോക്സാസിൻ, ഗാറ്റിഫ്ലോക്സാസിൻ, സ്പാർഫ്ലോക്സാസിൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ ക്വിനലോണാണ് മോക്സിഫ്ലോക്സാസിൻ. ശ്രദ്ധിച്ചാൽ അറിയാം, നാലിഡിക്സിക് ആസിഡാണ് ആദ്യത്തെ ക്വിനലോൺ. അതിനുശേഷം ഡെവലപ്പ് ചെയ്ത ക്വിനലോൺസിൻ്റെ ഒക്കെ അവസാനം ഫ്ലോക്സാസിൻ എന്ന സഫിക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വിനലോൺസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? എങ്ങനെയാണ് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്? ആൻറ്റിമൈക്രോബിയൽ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ അറിയാം.
DNA ഗൈറേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ക്വിനലോൺസ്. ഈ DNA ഗൈറേസ് എന്നത് ബാക്ടീരിയൽ DNA സിന്തസിസിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ DNA ഗൈറേസ് എന്ന എൻസൈമിൻ്റെ ഇൻഹിബിറ്ററായ ക്വിനലോൺസ് DNA സിന്തസിസിനെ തന്നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ക്വിനലോൺസ് ബാക്ടീരിയൽ DNA സിന്തസിസിൻ്റെ ഇൻഹിബിറ്ററാണ്. എങ്ങനെയാണ് ബാക്ടീരിയൽ DNA സിന്തസിസ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. DNA എന്നത് ഒരു ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറുള്ള കോമ്പൗണ്ടാണ്. 2 സ്ട്രാൻഡുകളും ആദ്യം വേർപിരിയും. ആ ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ ഓരോ DNA മോളിക്യൂള് ജനറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഒറ്റ DNAയിൽ നിന്ന് 2 ഡോട്ടർ DNAs ആണ് ഉണ്ടാവുന്നത്. ഈ പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് DNA ഗൈറേസ്. ഈ DNA ഗൈറേസിൻ്റെ ആക്ടിവിറ്റിയാണ് ക്വിനലോൺസ് തടയുന്നത്. അങ്ങനെ വരുമ്പോൾ പുതിയ DNA മോളിക്യൂൾസ് ഉണ്ടാവുന്നത് തടസ്സപ്പെടും. നമുക്കറിയാലോ, ജനറ്റിക് മെറ്റീരിയലായ DNA ഇല്ലാതെ ഒരു സെല്ലിനും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ബാക്ടീരിയൽ സെല്ലിനകത്ത് DNA എന്ന മോളിക്യൂൾ ഉണ്ടാവുന്നില്ല. DNA ഇല്ലാതെ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, സെൽ ഡെത്ത് ഉണ്ടാവും. ക്വിനലോൺസ് ബാക്ടീരിസിഡൽ ഏജൻസ് ആണ്. DNA ഗൈറേസിനെയാണല്ലോ ക്വിനലോൺസ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ എൻസൈം വിവിധ ബാക്ടീരിയയിൽ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ DNA ഗൈറേസ് എന്ന് തന്നെ അറിയപ്പെടുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഈ DNA ഗൈറേസിന് മറ്റൊരു പേരു കൂടിയുണ്ട്, ടോപ്പോ ഐസോമെറേസ് 2 എൻസൈം. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിളാണ് ഈക്കോളൈ. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ DNA ഗൈറേസ് എന്നല്ല ആ എൻസൈം അറിയപ്പെടുന്നത്, മറ്റൊരു പേരിലാണ് ടോപ്പോ ഐസോമെറേസ് 4 എൻസൈം. പേര് മാത്രമാണ് വ്യത്യാസം, ചെയ്യുന്ന ജോലികളൊക്കെ സെയിമാണ്. ബാക്ടീരിയൽ DNA സിന്തസിസിനെ സഹായിക്കുന്ന എൻസൈം തന്നെയാണ് ടോപ്പോ ഐസോമെറേസ് 4. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിളാണ് എസ് ഓറിയസ്. നൗ എബൌട്ട് ദി ആൻറ്റിമൈക്രോബിയൽ സ്പെക്ട്രം. നേരത്തെ പറഞ്ഞു, ഇത് ബാക്ടീരിസിഡൽ ആക്ടിവിറ്റിയുള്ള ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്സ് ആണ്. ബോത്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്കെതിരെയും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെയും ക്വിനലോൺസിനെ ആക്ട് ചെയ്യാൻ സാധിക്കും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് സ്യൂഡോമോണാസ് സ്പീഷീസ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കൈ, സ്റ്റഫൈലോകോക്കൈ എക്സെട്ര. മറ്റൊരു പ്രത്യേകത, ക്വിനലോൺസിന് എനൈറോബ്സിനെതിരെയും ആക്ട് ചെയ്യാൻ സാധിക്കും. എനൈറോബ്സ് ആർ മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ ലീവ് വിത്തൗട്ട് ഓക്സിജൻ. ഇനി ക്വിനലോൺസിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓറലി കഴിക്കാൻ പറ്റും. ഓറലി കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സാണ് ക്വിനലോൺസ്. ഡിസ്ട്രിബ്യൂഷനും നല്ല രീതിയിൽ നടക്കും. ക്വിനലോൺസ് ഫുഡിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ അവയുടെ അബ്സോർപ്ഷൻ കുറയും. ബ്ലഡിലേക്ക് എത്തിച്ചേരുന്ന ക്വിനലോൺസിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് ഫുഡ് ഡ്രഗ് ഇൻ്ററാക്ഷൻ കാണിക്കുന്ന ഒരു ക്ലാസ്സാണ് ക്വിനലോൺസ്. ഫുഡുമായിട്ട് മാത്രമല്ല, ആൻറ്റാസിഡുമായിട്ടും ക്വിനലോൺസ് ഇൻ്ററാക്ട് ചെയ്യും. ആൻറ്റാസിഡ്സ് ആർ ഏജൻറ്റ്സ് യൂസ്ഡ് ടു ട്രീറ്റ് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് ആൻഡ് പെപ്റ്റിക് അൾസർ. ക്വിനലോൺസിൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്നത് കിഡ്നി വഴിയാണ്. നമുക്കറിയാം, എക്സ്ക്രീഷൻ
എങ്ങനെയൊക്കെ കിഡ്നി വഴി നടക്കുമെന്ന കാര്യം. ഒരു മെത്തേഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷനാണ്. അതായത് ബൊമൈൻസ് ക്യാപ്സ്യൂൾ എന്ന അരിപ്പയിലൂടെ ബ്ലഡിലുള്ള ക്യുനലോൺസ് അരിച്ച് പതിയെ പതിയെ യൂറിനിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇനി ചില ഡ്രഗ്സ് ഇങ്ങനെ ബൊമൈൻസ് ക്യാപ്സ്യൂൾ വഴി അരിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് കിഡ്നി ട്യൂബ്യൂൾസിൻ്റെ വോളിൽ കൂടി ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഡ്രഗായ ക്വിനലോൺ ട്യൂബുലാർ സെക്രീഷൻ എന്ന പ്രോസസ്സ് വഴിയും യൂറിനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ബ്ലഡിലുള്ള ക്വിനലോൺ കിഡ്നി ട്യൂബ്യൂൾസിൻ്റെ വോൾസ് വഴി പതിയെ പതിയെ ഡിഫ്യൂസ് ചെയ്യും. അതായത് പതിയെ പതിയെ വോളിൽ കൂടി മൂവ് ചെയ്ത് ആ വോള് കടന്ന് കിഡ്നി ട്യൂബ്യൂളിൻ്റെ ഉൾവശത്തേക്ക് അഥവാ ലൂമണിലേക്ക് എത്തിച്ചേരുന്നു. ഈ ട്യൂബുലാർ സെക്രീഷൻ എന്നതൊരു ബൈപ്പാസിംഗ് ആണല്ലേ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന പ്രോസസ്സ് വഴി കടന്നു പോവാതെ ഡ്രഗിൻ്റെ ഒരു ഭാഗം ഡയറക്റ്റായിട്ട് യൂറിനിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കറിയാലോ, നമുക്കൊരു ട്രെയിൻ കയറണമെങ്കിൽ സ്റ്റേഷൻ്റെ എൻട്രൻസ് വഴി അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ കയറാം. അതല്ലെങ്കിൽ സ്റ്റേഷൻ്റെ മറ്റേതെങ്കിലും വഴി, ചെക്കിംഗ് ഒന്നും ഇല്ലാത്ത വഴിയിൽ കൂടിയും ട്രെയിൻ കയറാം. ഇതിൽ ചെക്കിംഗ് ഒന്നും ഇല്ലാത്ത വഴിയിൽ കൂടി ട്രെയിൻ കയറുന്നതിനെ നമുക്ക് ട്യൂബുലാർ സെക്രീഷൻ എന്ന് വിളിക്കാം. എൻട്രൻസ് വഴി പോയാലും മറ്റു വഴി കൂടി പോയാലും അവസാനം എത്തിച്ചേരുന്നത് ട്രെയിനിലാണ് എന്ന് പറഞ്ഞ പോലെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആയാലും ട്യൂബുലാർ സെക്രീഷൻ ആയാലും അവസാനം ഡ്രഗ് എത്തിച്ചേരുന്നത് യൂറിനിലാണ്. ക്വിനലോൺസിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ഇനി ക്വിനലോൺസിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ആണ്. പ്രധാനപ്പെട്ട ഒരു യൂസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിലാണ്. അത് മാർക്ക് ചെയ്യണം. ഈ യൂസും ക്വിനലോൺസിൻ്റെ എക്സ്ക്രീഷനും കൂടി ചേർത്ത് വായിക്കണം. ക്വിനലോൺസ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് യൂറിനറി ട്രാക്റ്റിലുള്ള ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട യൂസാണ് പ്രോസ്റ്റാറ്റൈറ്റിസ്. പ്രോസ്റ്റാറ്റൈറ്റിസ് ഈസ് ദ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. മെയിൽസിലുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡ്. യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴെയാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത യൂസും പ്രധാനപ്പെട്ടതാണ്, മാർക്ക് ചെയ്യേണ്ടതാണ്. ഡയേറിയ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആൻറ്റി മൈക്രോബിയൽ ക്ലാസ്സാണ് ക്വിനലോൺസ്. ഡയേറിയ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം? ഷിജല്ല, ഈക്കോളൈ, സാൽമോണല്ല, ക്യാമ്പിലോബാക്ടർ, ഇത്തരം മൈക്രോ ഓർഗാനിസംസാണ് പ്രധാനമായിട്ട് ഡയേറിയ ഉണ്ടാക്കുന്നത്. അത് ട്രീറ്റ് ചെയ്യാൻ ക്വിനലോൺസ് ബെസ്റ്റാണ്. ഇനി ക്വിനലോൺസിൻ്റെ മറ്റു ഉപയോഗങ്ങളാണ് ബോൺ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ സ്റ്റഫൈലോകോക്കൈ ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. ഇതിന് സിപ്രോഫ്ലോക്സാസിൻ ആണ് ഏറ്റവും നല്ല ഏജൻറ്റ്. നമുക്ക് തൊലിപ്പുറത്തും മസിൽസിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കാം. എസ്പെഷ്യലി എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാവുമ്പോഴാണ് അത്തരം ഇൻഫെക്ഷൻസ് വരുന്നത്. അത് ട്രീറ്റ് ചെയ്യാൻ സിപ്രോഫ്ലോക്സാസിൻ വളരെ നല്ല ഒരു ഏജൻ്റാണ്. ഇനി മെനിഞ്ചോകോക്കൈ വിഭാഗത്തിൽ വരുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അടുത്തത് ഒരു പ്രധാനപ്പെട്ട യൂസാണ് ടൈഫോയിഡ് ഡിസീസ് ക്വിനലോൺസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. അടുത്തതും പ്രധാനപ്പെട്ട ഒരു യൂസാണ്, മാർക്ക് ചെയ്യണം, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB, ദാറ്റ് ഈസ് MDR TB. TB ഡ്രഗ്സിലെ സെക്കൻഡ് ലൈൻ വിഭാഗത്തിൽ വരുന്ന ഒരു ഡ്രഗാണ് ക്വിനലോൺസ്. ഉദാഹരണത്തിന് സിപ്രോഫ്ലോക്സാസിൻ, ലെവോഫ്ലോക്സാസിൻ, ഒഫ്ലോക്സാസിൻ എക്സെട്ര. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സായ റിഫാംപെസിൻ, ഐസോനിയാസൈഡ് എന്നിവയോടൊന്നും
മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് പ്രതികരിക്കുന്നില്ല എങ്കിൽ അത് MDR-TB ആണ്. അത്തരം TBയിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രഗ്സാണ് ക്വിനലോൺസ്. അടുത്തതും പ്രധാനപ്പെട്ട ഒരു യൂസാണ് ഇൻഫെക്ഷൻസ് ഇൻ എയ്ഡ്സ്. നമുക്കറിയാം, ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു കണ്ടീഷനാണ് എയ്ഡ്സ്. എയ്ഡ്സ് ഉള്ളവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കിട്ടും. അത്തരം ഇൻഫെക്ഷൻസിനെയാണ് ഓപ്പർട്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അത്തരം ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനും ക്വിനലോൺസ് ബെസ്റ്റാണ്. ഇനി ക്വിനലോൺസിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വിനലോൺസ് കഴിക്കുന്ന ഒരാൾ നന്നായിട്ട് സൺലൈറ്റ് കൊള്ളുവാണെങ്കിൽ അവർക്ക് സ്കിൻ റാഷസ്, ഇച്ചിങ് ഒക്കെ ഉണ്ടാവാം. തൊലിപ്പുറത്ത് ഇത്തരം പ്രോബ്ലംസ് വരുന്നതിനെയാണ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അത് മാർക്ക് ചെയ്യണം, പ്രധാനപ്പെട്ടതാണ്. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റ് മാർക്ക് ചെയ്യുക പെയിൻ ഓഫ് ദി ജോയിൻറ്റ്സ്. കൈമുട്ടിൽ, കാൽമുട്ടിലൊക്കെ നല്ല വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻസോംനിയ ഈസ് ദ ഇനബിലിറ്റി ടു ഫോൾ എസ്ലീപ്പ്. ഉറക്കക്കുറവ് എന്ന് ചുരുക്കി പറയാം. കൺഫ്യൂഷൻ ആൻഡ് കൺവൽഷൻ. അതിൽ കൺവൽഷൻസ് മാർക്ക് ചെയ്യണം, പ്രധാനപ്പെട്ടതാണ്. അടുത്തതും പ്രധാനപ്പെട്ടതാണ്, മാർക്ക് ചെയ്യുക ആർത്രോപ്പതി ഇൻ ചിൽഡ്രൻ. ആർത്രോപ്പതി മീൻസ് ജോയിൻറ്റ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഇത് കൂടാതെ നോസിയ, വൊമിറ്റിംഗ് ആൻഡ് ഡയേറിയ. എന്തൊക്കെയാണ് ക്വിനലോൺസിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്? ഒന്ന്, അത്ലറ്റ് പോപ്പുലേഷൻ. ഇത് നേരത്തെ പറഞ്ഞതുമായിട്ട് ചേർത്ത് വായിക്കണം. കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ ഉണ്ടാവുന്ന വേദന ക്വിനലോൺസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അപ്പോൾ സ്പോർട്സ് ഫീൽഡിലുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ഓട്ടം, ചാട്ടമൊക്കെ ചെയ്യുന്ന അത്ലറ്റ്സ് ക്വിനലോൺസ് കഴിക്കുവാണെങ്കിൽ അവർക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് അത്തരം ആൾക്കാർക്ക് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആവുന്നത്. എപ്പിലെപ്സി, അതും നേരത്തെ പറഞ്ഞതുമായിട്ട് ചേർത്ത് വായിക്കണം. ക്വിനലോണിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കൺവൽഷൻ. അടുത്തത് QT പ്രൊലോങ്ങേഷനാണ്. ഇത് മാർക്ക് ചെയ്യണം. ക്വിനലോൺസ് ECGയിലുള്ള QT ഇൻ്റർവെല്ലിനെ പ്രൊലോങ് ചെയ്യുന്നുണ്ട്. ECGയിലെ QT ഇൻ്റർവെല്ലിന് നോർമലി ഒരു ലെങ്ത് ഉണ്ട്. പക്ഷേ പ്രൊലോങ്ഡ് ആവുമ്പോൾ ഈ QT ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കൂടും. അത് ഒരു അബ്നോർമൽ ECG ആണ്. അപ്പോൾ ഓൾറെഡി QT ഇൻ്റർവെൽ അബ്നോർമൽ ആയ ഒരാൾ ക്വിനലോണും കൂടി കഴിക്കുമ്പോൾ QT ഇൻ്റർവെൽ വളരെ കൂടുതൽ പ്രൊലോങ്ഡ് ആവുകയും അത് ചിലപ്പോൾ അവർക്ക് ലൈഫ് ത്രെട്ടനിങ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അത്തരക്കാർക്ക് ക്വിനലോൺസ് പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്ന് പറയുന്നത്. അടുത്തതൊരു റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷനാണ്. പ്രഗ്നൻസിയിലും കുട്ടികൾക്കും ക്വിനലോൺസ് കൊടുക്കാം, പക്ഷേ ഡോസ്, ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സ് തുടങ്ങിയവയിലൊരു ശ്രദ്ധ വേണം. ഇതിനോട് ചേർത്ത് നിങ്ങൾ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് ക്വിനലോൺസ് ആർത്രോപ്പതി ഉണ്ടാക്കുന്നുണ്ട്. അടുത്തത് ക്വിനലോണിൻ്റെ ഒരു ഡ്രഗ് ഇൻ്ററാക്ഷനാണ്. സിപ്രോഫ്ലോക്സാസിൻ എന്നത് വളരെ പോപ്പുലറായ ഒരു ക്വിനലോണാണ്. സിപ്രോഫ്ലോക്സാസിൻ തിയോഫിലിൻ എന്ന ഡ്രഗിൻ്റെ മെറ്റബോളിസം കുറയ്ക്കുന്നുണ്ട്. ഇതിന് കാരണം സിപ്രോഫ്ലോക്സാസിൻ ലിവറിലുള്ള ചില എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഈ എൻസൈംസ് ആണ് ആക്ച്വലി തിയോഫിലിനെ മെറ്റബോളൈസ് ചെയ്യേണ്ടത്. അത്തരം എൻസൈംസിനെ സിപ്രോഫ്ലോക്സാസിൻ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് തിയോഫിലിൻ്റെ മെറ്റബോളിസം കുറയുന്നത്. തിയോഫിലിൻ്റെ മെറ്റബോളിസം കുറയുമ്പോൾ ബോഡിയിൽ തിയോഫിലിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. തിയോഫിലിൻ്റെ കോൺസെൻട്രേഷനും തിയോഫിലിൻ്റെ ആക്ഷനും കൂടും. ചിലപ്പോഴൊക്കെ ഇത് തിയോഫിലിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് കൂട്ടാൻ കാരണമാവും. തിയോഫിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റാണ് സീഷേഴ്സ്. അപസ്മാരം പോലെയുള്ള കണ്ടീഷൻസ് അവർക്ക് വരാം. ഇനി പ്രധാനപ്പെട്ട ചില ക്വിനലോൺസിൻ്റെ ഫെർദർ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അതിലൊന്നാമത്തത് സിപ്രോഫ്ലോക്സാസിൻ ആണ്. സിപ്രോഫ്ലോക്സാസിൻ സ്യൂഡോമോണാസ്, ഷിജല്ല, സാൽമണല്ല, നിസറിയ തുടങ്ങിയ ബാക്ടീരിയക്കെതിരെ ആക്റ്റീവാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട തെറാപ്യൂട്ടിക് യൂസസ് ഇനി പറയുന്നവയാണ്: റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, GIT ഇൻഫെക്ഷൻസ്, ഗൊണേറിയ, സെപ്റ്റിസീമിയ, ടൈഫോയിഡ് ഫീവർ,
cystic fibrosis and prostatitis. Septicemia is serious bloodstream infections. ഏത് ഇൻഫെക്ഷനും ആവാം. സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുമ്പോൾ അതിനെ സെപ്റ്റിസീമിയ എന്ന് വിളിക്കും. സിസ്റ്റിക് ഫൈബ്രോസിസ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ presence of abnormally thick mucus in respiratory tract. അപ്പോൾ ഇത്തരക്കാർക്ക് എപ്പോഴും റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. അത്തരം റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ സിപ്രോഫ്ലോക്സാസിൻ നല്ലതാണ്. സിപ്രോഫ്ലോക്സാസിൻ്റെ നോർമൽ ഡെയിലി ഡോസ് 250 to 500 mg BID. ദാറ്റ് മീൻസ് 2 times a day. രാവിലെ ഒരു 500 mg, രാത്രി ഒരു 500 mg. ദാറ്റ് ഇസ് ഒരു 12 hours ഗ്യാപ്പിൽ 2 ഡോസ്. അടുത്ത ഡ്രഗ് ഒഫ്ലോക്സാസിൻ ആണ്. ഇതിൻ്റെ തെറപ്യൂട്ടിക് യൂസസ് എടുത്തു പറയേണ്ട ഒരു യൂസ് MDR TB ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എഫക്റ്റീവ് അല്ലാതെ വരുമ്പോൾ സെക്കൻഡ് ലൈൻ ഡ്രഗായ ഒഫ്ലോക്സാസിൻ ചൂസ് ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ ഡോസ് 200 to 400 mg BID ആണ്. ദാറ്റ് ഇസ് 2 times a day. അടുത്ത ക്വിനലോൺ ആണ് നോർഫ്ലോക്സാസിൻ. എടുത്തു പറയേണ്ട തെറപ്യൂട്ടിക് യൂസസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. കൂടാതെ ട്രാവലേഴ്സ് ഡയേറിയ ട്രീറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ കഴിക്കുന്നത് വഴി കിട്ടുന്ന ഡയേറിയയാണ് ട്രാവലേഴ്സ് ഡയേറിയ. നോർഫ്ലോക്സാസിൻ്റെ നോർമൽ ഡോസ് 400 mg BID. ദാറ്റ് മീൻസ് 400 mg 2 times a day. അടുത്തത് നാലിഡിക്സിക് ആസിഡ് ആണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിലാണ് നാലിഡിക്സിക് ആസിഡ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ആ യൂസ് മാർക്ക് ചെയ്യണം. നാലിഡിക്സിക് ആസിഡ് ഒരു യൂറിനറി ആൻറ്റിസെപ്റ്റിക് ആണ്. യൂറിനറി ആൻറ്റിസെപ്റ്റിക് ഈസ് എ ഡ്രഗ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് വെരി റാപ്പിഡ്ലി ടു റീച്ച് ദ യൂറിനറി ട്രാക്ട് ആൻഡ് ഹെൻസ് യൂസ്ഡ് ഫോർ UTI. നാലിഡിക്സിക് ആസിഡിൻ്റെ പ്രത്യേകത, ബ്ലഡിൽ അധിക നേരമൊന്നും നാലിഡിക്സിക് ആസിഡ് നിൽക്കില്ല. പകരം വേഗത്തിൽ എക്സ്ക്രീറ്റ് ചെയ്ത് യൂറിനറി ട്രാക്റ്റിലെത്തുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ നാലിഡിക്സിക് ആസിഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലഡിൽ അധികം നിൽക്കാത്തതും വേഗത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഡ്രഗ്സിനെ കോമൺലി വിളിക്കുന്ന പേരാണ് യൂറിനറി ആൻറ്റിസെപ്റ്റിക്. ഈ നാലിഡിക്സിക് ആസിഡിന് ഒരു പ്രോബ്ലം ഉണ്ട്. ചില ആൾക്കാർക്ക് G6PD ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. RBCനെ ഡാമേജ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് G6PD. പക്ഷേ ഈ G6PD കുറവുള്ള ആൾക്കാർക്ക് പൊതുവേ RBC ബ്രേക്ക് ഡൗൺ കൂടുതലായിരിക്കും. അത്തരക്കാർ നാലിഡിക്സിക് ആസിഡും കൂടി കഴിക്കുമ്പോൾ RBC ബ്രേക്ക് ഡൗൺ അഥവാ ഹീമോലൈസിസ് വളരെ കൂടും. G6PD ഡെഫിഷ്യൻസി ജനറ്റിക്കലി ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. അത്തരക്കാർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അടുത്ത ക്വിനലോൺ ആണ് ലെവോഫ്ലോക്സാസിൻ. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ആൻഡ് എനൈറോബിക് ബാക്ടീരിയക്കെതിരെ എഫക്റ്റീവാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട തെറാപ്യൂട്ടിക് യൂസസ് ന്യൂമോണിയയിലാണ്. കൂടാതെ മറ്റ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആയ സൈനോസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ് ഒക്കെ ലെവോഫ്ലോക്സാസിൻ വെച്ച് ട്രീറ്റ് ചെയ്യാം. ഇത് കൂടാതെ UTIയിലും എഫക്റ്റീവാണ്. ഇനി സ്കിൻ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂവിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസിലും ലെവോഫ്ലോക്സാസിൻ നല്ലതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ക്വിനലോൺസിൻ്റെ നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. പൊതുവേ ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്സിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാം. സച്ച് ആസ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യണം, ആൻറ്റിമൈക്രോബിയൽ ഡ്രഗൊക്കെ സമയത്ത് കഴിക്കണം, കോഴ്സ് തീരുന്നത് വരെ കഴിക്കണം, ഇൻഫെക്ഷൻ കുറഞ്ഞാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അഥവാ കുറച്ച് ദിവസമായിട്ടും ഇൻഫെക്ഷൻ കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കാണണം. അങ്ങനെ പൊതുവെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്വിനലോൺസിനും ബാധകമാണ്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ആൻറ്റാസിഡ്സിൻ്റെ ഉപയോഗമാണ്. ആൻറ്റാസിഡ്സ് OTC മെഡിക്കേഷനായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്.
അപ്പോൾ ഇത്തരം പ്രിപ്പറേഷൻസ് പേഷ്യൻ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം ആൻറ്റാസിഡ്സ് കഴിക്കുമ്പോൾ ക്വിനലോൺസിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രിപ്പറേഷൻസ് ക്വിനലോൺസിൻ്റെ കൂടെ കൊടുക്കരുത്. ഇതേ പ്രശ്നമാണ് അയൺ പ്രിപ്പറേഷൻസിനുള്ളത്. അനീമിയൊക്കെയുള്ള ആൾക്കാർ അയൺ ഗുളികകൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ അത് ക്വിനലോൺസിൻ്റെ കൂടെ തന്നെ കഴിക്കുമ്പോൾ ക്വിനലോൺസിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അതുകൊണ്ട് ഇത്തരം ഒരുമിച്ചുള്ള അഡ്മിനിസ്ട്രേഷൻ ഒഴിവാക്കണം. ഇനിയുള്ളത് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ പോയിൻ്റാണ്. നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. വീട്ടിൽ പോയിട്ടുള്ള തെറാപ്പി ആണെങ്കിൽ അവരോട് OTC മെഡിക്കേഷൻ കഴിക്കരുത്, അയൺ പ്രിപ്പറേഷൻ, ആൻറ്റാസിഡ്സ് ഒക്കെ ഒരു ഗ്യാപ്പ് കൊടുത്ത് കഴിക്കണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യാം. അതുകൂടാതെയുള്ള ചില പോയിൻറ്റ്സാണ്, ക്വിനലോൺസ് ഫുഡിൻ്റെ കൂടെ കഴിക്കരുത്. ബിക്കോസ് ക്വിനലോൺസിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ അതിനുള്ള പ്രതിവിധി ഫുഡിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഫുഡിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ക്വിനലോൺസ് കഴിക്കുക. ചില ആൾക്കാർക്ക് മാത്രം ക്വിനലോൺ അലർജി ഉണ്ടാക്കും. സ്കിൻ റാഷസ് ഒക്കെയാണ് അലർജിയുടെ ആദ്യം ഉണ്ടാവുന്ന സൈൻസ്. അലർജി അഥവാ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഇത്തരം സൈൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കണം. ഇത് കൂടാതെ ക്വിനലോൺസിൻ്റെ CNS റിലേറ്റഡ് അഡ്വേഴ്സ് എഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അറിയിക്കേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ സീഷേഴ്സ്, റെസ്റ്റ്ലെസ്നെസ് മീൻസ് ഇന്നെബിലിറ്റി ടു റിലാക്സ്, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇത് ക്വിനലോൺസിൻ്റെ ഒരു CNS ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നമാണ്. കൂടാതെ കൺഫ്യൂഷൻ, ഹാലൂസിനേഷൻ ഈസ് എ സെൻസറി എക്സ്പീരിയൻസ് that are created by the mind but is not real. ചുരുക്കി പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് തോന്നുക, ഇല്ലാത്ത ശബ്ദം അല്ലെങ്കിൽ ഇല്ലാത്ത കാഴ്ചയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു കണ്ടീഷൻ, അതാണ് ഹാലൂസിനേഷൻ. ചെറിയ രീതിയിൽ ക്വിനലോൺസ് ചില ആൾക്കാർക്ക് ഹാലൂസിനേഷൻ ഉണ്ടാക്കാറുണ്ട്. അതും ക്വിനലോൺസിൻ്റെ CNS അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം. ചിലർക്ക് ക്വിനലോൺസ് ഡിപ്രഷൻ ഉണ്ടാക്കും, അതും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ക്വിനലോൺസ് കഴിക്കുന്ന പേഷ്യൻറ്റിനോട് സൺലൈറ്റ് അധികം കൊള്ളരുത് എന്ന് പറയണം. സൺലൈറ്റ് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ UV ലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അത്തരം ഏരിയാസിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി സൺലൈറ്റ് കൊള്ളുന്നവരാണെങ്കിൽ അവരോട് സൺസ്ക്രീൻ പ്രിപ്പറേഷൻസ് ഉപയോഗിക്കാൻ പറയണം. തൊലിപ്പുറത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ചില പ്രിപ്പറേഷൻസ് ആണിത്. UV ലൈറ്റ് സ്കിന്നിൻ്റെ പുറത്തേക്ക് എത്തുന്നത് ഈ പ്രിപ്പറേഷൻസ് കുറയ്ക്കുന്നു. അതല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ കുട ചൂടുക, ദേഹം മുഴുവൻ കവർ ചെയ്യുന്ന വസ്ത്രം ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്യാൻ പറയുക. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ക്വിനലോൺസ്.